എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ചാക്കോ അല്ലേ? എൻ്റെ പേര് ചാക്കോ. ഞാൻ MG യൂണിവേഴ്സിറ്റി ഫാർമസി ഡിപ്പാർട്ട്മെൻറ്റിൽ പഠിപ്പിക്കുകയാണ്. ഞാൻ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിരിക്കുന്നു. അപ്പം ഞാനിവിടെ ഒരു ഒരാഴ്ചത്തെ ഫ്രൂട്ടേറിയൻ ഡയറ്റ് വേണ്ടി വന്നതാണ്. പഞ്ചപോഷണ രോഗമുക്തി ക്യാമ്പ്. അത് തന്നെ. അപ്പം ഞാനും വൈഫും ഉണ്ട്. അപ്പം ഞങ്ങൾ വന്നു. ആദ്യം ഫ്രൂട്ട് മാത്രമായി. ആദ്യത്തെ ദിവസം കുഴപ്പമില്ല, രണ്ടാമത്തെ ദിവസം കുഴപ്പമില്ല. പിന്നെ അതിനൊരു മടുപ്പൊക്കെ തോന്നുമെങ്കിലും ഞങ്ങളത് സന്തോഷമായിട്ട് കണ്ടിന്യൂ ചെയ്യുകയാണ്. ഞങ്ങൾക്ക് തന്നെ ഒരു ഫീൽ ചെയ്യുന്നുണ്ട്, ഒരു ഹെൽത്തി ഫീലിംഗ്. അത് നമ്മുടെ വെയിറ്റ് കുറഞ്ഞതായിട്ട് നമുക്ക് ലൈറ്റായിട്ട് തോന്നുന്നു. പിന്നെ യോഗയും വളരെ എഫക്റ്റീവാണ്. നല്ല ഇൻസ്ട്രക്ഷനാണ് ഞങ്ങളുടെ സാറ്, ബേബി ജോൺ സാറ്. പുള്ളി ഞങ്ങളുടെ കൂടെ താമസിച്ച് തന്നെയാണ് ഇവിടെ കാര്യങ്ങൾ നടത്തുന്നത്. ഇവിടുത്തെ സിസ്റ്റേഴ്സ് വളരെ ഹെൽപ്ഫുള്ളാണ്. അവർ കൃത്യസമയങ്ങൾക്ക് താമസമാണേലും ഒരു നല്ല ഒരു സ്റ്റാൻഡേർഡ് കണ്ടീഷൻസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആസ് സച്ച് ഐ തിങ്ക് നിങ്ങളെല്ലാവരും ഒരിക്കലും ട്രൈ ചെയ്യുന്ന എപ്പോഴും നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ച് എന്തെങ്കിലും അസുഖങ്ങളുള്ളവരൊക്കെ അതിനു വേണ്ടി വന്നാൽ നല്ലത് തന്നെ. പിന്നെ മ്യൂസിക് തെറാപ്പി ഉണ്ട്, പാട്ട് പാടാം, പഴയ പാട്ട് പുസ്തകങ്ങളുകൊണ്ട് വരുന്നതും ഒക്കെ നന്നായിരിക്കും. അത് കുറേ കൂടെ എഫക്റ്റീവായിട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നു. ഇത് ആയുർവേദം അല്ല, ഇത് അലോപ്പതിക്കുമായിട്ട് വളരെ എതിരെന്ന് പറഞ്ഞാലും ഞാൻ സമ്മതിക്കും. കാര്യം ഇത് ഒരു ബേസിക് തിങ് ഉണ്ട്. കാര്യം നമ്മുടെ ശരീരത്തിന് നമ്മളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അത് ഇറ്റ്സ് ഇസ് എ ബേസിക്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും നാൾ സർവൈവ് ചെയ്യുന്നത്. അത് നമുക്ക് മാത്രമല്ല, എല്ലാ ജീവജാലങ്ങൾക്കുമുള്ള ഒരു കഴിവാണ്. ബാക്ടീരിയയ്ക്ക് വരെ ഉണ്ട്. അതാണ് ഈ ആൻറ്റിബയോട്ടിക് കൊടുക്കുമ്പോൾ അത് സർവൈവ് ചെയ്യാനാണ് അതിൻ്റെ റെസിസ്റ്റൻസ് ഉണ്ടാകുന്നത്, അതിൻ്റെ എൻസൈംസ് ഉണ്ടാക്കും. അതുപോലെ നമ്മുടെ ശരീരത്തിന് അതിനേക്കാളും എത്രയോ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ശരീരമാണ് നമുക്കുള്ളത്. അപ്പോൾ അത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ശരീരത്തിന് അതിനേക്കാൾ 10 മടങ്ങ് ശക്തികളുണ്ട്. പക്ഷെ നമ്മൾ ആ ശക്തിയെ മറന്നുകൊണ്ട് ബാഹ്യ ശക്തികളെ പ്രാപിക്കുകയാണ് പലപ്പോഴും നമ്മൾ ട്രീറ്റ്മെൻറ്റിൽ കൂടെ ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ ഒരു ബേസിക് മിസ്റ്റേക്കായിട്ട് എനിക്ക് തോന്നുന്നു. എന്ന് പറഞ്ഞാൽ ആയുർവേദം, അലോപ്പതി ഒന്നും മാറ്റി വെക്കേണ്ട, പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതിലേക്കൊന്ന് ശ്രമം നടത്തിയിട്ട് ഇതിന് നടക്കാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുകയായിരിക്കും നല്ലതാണെന്ന് എനിക്ക് പറയാനുള്ളത്. മഹാത്മാവിൻ്റെ പേരിലുള്ള MG യൂണിവേഴ്സിറ്റി അതിൽ എത്രത്തോളം ഇൻട്രസ്റ്റ് എടുക്കുന്നുണ്ട്? ഞാൻ ബിഫാംകാരെ പഠിപ്പിക്കുന്നുണ്ട്, 4 വർഷത്തെ കോഴ്സാണ്. എംഫാംകാരെ പഠിപ്പിക്കുന്നുണ്ട്, 2 വർഷത്തെ കഴിഞ്ഞ് റിസർച്ചിൽ പോകുന്നുണ്ട്. ഞാനൊരു വ്യത്യസ്ത രീതിയിലാണ് എൻ്റെ റിസർച്ച്. ഞാനിപ്പം